ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. കോളിഫ്ലവർ വെച്ചിട്ട് ദോശയിലേക്കും അതേപോലെ തന്നെ ചോറിലേക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ കുട്ടികൾക്ക് സ്കൂളിലേക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു കിടിലൻ റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വെൽക്കം ടു മൈ ചാനൽ. ഞാനിവിടെ ഒരു കോളിഫ്ലവറാണ് എടുത്തിട്ടുള്ളത്. കോളിഫ്ലവർ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, കാരണം അതിൽ പുഴുവൊക്കെ ഉണ്ടാകും. അപ്പോൾ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് വേണം ഉണ്ടാക്കാനായിട്ട്. ആദ്യം ഞാനതൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ചെറിയ ചെറിയ പീസ് ആക്കി മാറ്റുകയാണ്. ഞാനിതാ ചെറിയ ചെറിയ പീസാക്കിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നല്ല തിളച്ച ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അതിലെ പുഴു ഒക്കെ ഇല്ലാതായി പോകാനും നല്ലതിനാണ് കേട്ടോ ചൂടുവെള്ളം, തിളച്ച ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കുന്നുണ്ട്. അന്ന് തണുത്തതിന് ശേഷം പിന്നെ പച്ചവെള്ളം വെച്ചിട്ട് നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതേപോലെ നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മസാലകളൊക്കെ ഒന്ന് ആഡ് ചെയ്യാം. ഇതിലേക്ക് 3 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി. കാശ്മീരി മുളക് പൊടിക്ക് പകരം നോർമലാണെന്നുണ്ടെങ്കിൽ 2 ടീസ്പൂൺ മതിയാക്കും. 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ, ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഗരം മസാലയും, പിന്നെ കുറച്ച് വിനാഗിരിയും ചേർത്തിട്ട് നമുക്കിത് നല്ലതുപോലെ കൈ വെച്ചിട്ട് മിക്സ് ചെയ്യാം. ഞാനിതിലേക്ക് വെളുത്തുള്ളിയുടെ പേസ്റ്റ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഇതിലേക്ക് കാണിക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ അതോടൊന്ന് ചേർക്കുക, നല്ലതുപോലെ കൈകൊണ്ട് മിക്സ് ചെയ്യുക. അങ്ങനെ ഞാൻ മിക്സ് ചെയ്ത് നല്ലപോലെ എല്ലായിടത്തും മസാല പിടിച്ചിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്തിട്ട് നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. ഇങ്ങനെ ഞാൻ കടായി വെച്ചിട്ടുണ്ട്. കടായിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചിട്ട് അത് നല്ലതുപോലെ ചൂടായി വരുമ്പോൾ നമുക്ക് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കോളിഫ്ലവർ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഞാനിത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചു. അതിനുശേഷം ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചു. അങ്ങനെ നമ്മുടെ കോളിഫ്ലവറിൻ്റെ ഒരു സൈഡ് വെന്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഞാനിത് ഓരോന്നായിട്ട് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. മറിച്ചിട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, എണ്ണ ദേഹത്താവാതെ നോക്കണം. അങ്ങനെ 2 സൈഡും നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. നല്ല ഭംഗിയുണ്ട് കേട്ടോ, കാണാനും കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി ഗ്രേവി ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്ക് ഗ്രേവി ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ആ ഓയിൽ തന്നെയാണ് യൂസ് ചെയ്തത്. അതൊന്ന് കുറച്ച് മാറ്റി വെച്ചിട്ട് നമുക്ക് ഗ്രേവി ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ മാത്രം അതിൽ വെച്ചിട്ട് അതിലാണ് ഗ്രേവി ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിലേക്ക് ഞാൻ 2 മീഡിയം സൈസിലുള്ള സവോള ചെറുതായിട്ട് അരിഞ്ഞതും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുന്നുണ്ട്. ഒന്ന് വെന്ത് കിട്ടാനായിട്ട് ഞാൻ ഇതൊന്ന് മൂടി വെച്ച് വേവിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സവാള കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കറിവേപ്പിലയും വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പേസ്റ്റ് 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ നമ്മളതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് ഞാൻ ചേർക്കുന്നത് മീഡിയം സൈസിലുള്ള 2 തക്കാളിയാണ്. ചെറുതായിട്ട് അരിഞ്ഞ തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് അതും ഒന്ന് മൂടി വെച്ച് വേവിക്കാം. അങ്ങനെ നമ്മുടെ സവോളയും തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ എക്സ്ട്രാ മസാലകളൊന്നും ചേർക്കുന്നില്ല, കാരണം നമ്മൾ ഫ്രൈ ചെയ്ത ഓയിലിൽ തന്നെയാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ എക്സ്ട്രാ മസാലകളൊന്നും ചേർക്കുന്നില്ല. കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലയും മാത്രം ചേർക്കുന്നുള്ളൂ. മുളക് പൊടിയോ മഞ്ഞൾപ്പൊടിയോ ഒന്നും ഞാൻ ഇതിലേക്ക് ചേർക്കുന്നില്ല. ഇനി ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പാണ് ചേർക്കുന്നത്. ഓപ്ഷണലാണ്, ഇത് ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് ചേർക്കുന്നത്. ചെറിയ മധുരം ഉണ്ടാകുന്നത് നല്ല രസമാണ്. ഇനി ഞാനിതിലേക്ക് ഒരു ചെറിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. അതോടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കോളിഫ്ലവർ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഈ ഉള്ളിയും തക്കാളിയും കോളിഫ്ലവറും
എല്ലാതും കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് വെളുത്ത എള്ളൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ, ഓപ്ഷണലാണ്. മല്ലിയിലുണ്ടെന്നുണ്ടെങ്കിൽ അതും ചേർക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ വെച്ചിട്ടുള്ള അടിപൊളി ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.